നമ്മളുടെ സംസ്ഥാനത്ത് നവംബർ മാസം ആദ്യവും അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം അവസാനവുമൊക്കെ ആയിട്ട് നിർണായക പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന വിവിധ പദ്ധതികൾ. ഇതിൽ തന്നെ സംസ്ഥാനത്തെ യുവജനങ്ങൾ കാത്തിരുന്ന, അതായത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർ കാത്തിരുന്ന പ്രജ്വല എന്ന് പറയുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. അതായത് പ്രതിമാസം സംസ്ഥാനത്തുടനീളമുള്ള യുവജനങ്ങൾക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കും. ഇത് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നൽകുക. ഇങ്ങനെ ഒരു വർഷക്കാലത്തേക്കായിരിക്കും ഒരാൾക്ക് സഹായം ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കാൻ സാധിക്കാതിരുന്നവർക്ക് അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കാതിരുന്നവർക്ക് അടുത്ത വർഷം അപേക്ഷകൾ വയ്ക്കാം. എല്ലാ വർഷവും അപേക്ഷ വയ്ക്കുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് ഈ വർഷത്തെ അപേക്ഷകൾ ആരംഭിക്കുമ്പോൾ അപേക്ഷയിൽ ആദ്യം വെക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആദ്യം വെക്കുന്നവർക്ക് മുൻഗണന എന്ന രീതിയിലായിരിക്കും ആനുകൂല്യം നൽകുക. ഇവരുടെ റേഷൻ കാർഡ് വ്യത്യാസമൊന്നുമില്ല. അതായത് APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കാൻ സാധിക്കും. കുടുംബ വാർഷിക വരുമാനം നോക്കിയാണ് ഇതിൽ സാങ്ഷൻ ചെയ്യുന്നത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. ഇനി അതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എന്നൊരു സ്കീമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിവിധ കോഴ്സുകൾ പാസ്സായ ശേഷം നൈപുണ്യ കോഴ്സുകൾ, അതായത് സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് ചേർന്നവരായിരിക്കണം. SSLC അല്ലെങ്കിൽ +2 ITI കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ജോലിക്ക് വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്കിൽ കോഴ്സുകൾ അഡ്മിഷൻ എടുത്തവരായിരിക്കണം. ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വാങ്ങേണ്ടതുണ്ട്. ഇനി അതല്ല എങ്കിൽ PSC കോച്ചിങ് അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആവാം, അല്ലെങ്കിൽ UPSCയുടെ ആവാം, അല്ലെങ്കിൽ SSCയുടെ ആവാം, RRBയുടെ ആവാം, ഏതെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് അപേക്ഷകൾ വെച്ച് അതിൻ്റെ ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് വെച്ച് നമുക്ക് പരിശീലനം നടത്തുന്നവർക്ക്, അതായത് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അങ്ങനെയും അപേക്ഷ വയ്ക്കാം. ഇതിന് നമ്മൾ ബന്ധപ്പെട്ട കോച്ചിങ് സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അതായത് നമ്മൾ സ്വമേധയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ പോലും നമുക്കൊരു സാക്ഷ്യപത്രമുണ്ട്, അതിൻ്റെ മോഡലുണ്ട്. അത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം അപേക്ഷകൾ സമർപ്പിച്ചാൽ മതി. അപ്പോൾ അപേക്ഷകൾ 2026 ജനുവരി മാസം തന്നെ ആരംഭിക്കും. അപേക്ഷകൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പോർട്ടൽ മുഖാന്തരമാണ് ആരംഭിക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള അപേക്ഷകളാണ്. ആദ്യം അപേക്ഷ വെക്കുന്ന 5 ലക്ഷം പേർക്കാണ് ഈ വർഷം അപ്രൂവൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ വെക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് സീഡായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാവൂ. വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.